I have so many plans that I will നന്നാവിൽ in this year എങ്കിലും. 2025 നിങ്ങളുടെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു സന്ദർഭം കിട്ടുമ്പോൾ വെറുതെ കളയണോ? ഒട്ടും വൈകണ്ട, ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഈ പറയണതൊന്നും നീ കേൾക്കണില്ലേ? ഒരു സിമ്പിൾ ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇതുവരെ പക്ഷേ അറിയായിരിക്കും, ഞാൻ വീട്ടിലുണ്ട്, ഐ എം അറ്റ് ഹോം. ഞാൻ ക്ലാസ്സിലുണ്ട്, ഐ എം ഇൻ ദ ക്ലാസ്. ഞാൻ ഓഫീസിലുണ്ട്, ഐ എം ഇൻ ദ ഓഫീസ്. പക്ഷേ ഇതെങ്ങനെ പറയും? ഞാൻ ക്ലാസ്സിലുണ്ടായിരുന്നെങ്കിൽ, ഞാൻ ഓഫീസിലുണ്ടായിരുന്നെങ്കിൽ. ഇത് പറയാൻ ചെയ്യേണ്ടതാണ് ആമിൻ്റെ സ്ഥാനത്ത് ഹാഡ് ബീൻ വെക്കുക, ഒരു ഇഫ് ചേർത്ത് പറയുക. ശരി, നമുക്ക് പറഞ്ഞു നോക്കാം. ഞാൻ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ, ഇഫ് ഐ ഹാഡ് ബീൻ അറ്റ് ഹോം. ഞാൻ ഓഫീസിലുണ്ടായിരുന്നെങ്കിൽ, ഇഫ് ഐ ഹാഡ് ബീൻ ഇൻ ദ ഓഫീസ്. ഞാൻ ക്ലാസ്സിലുണ്ടായിരുന്നെങ്കിൽ, ഇഫ് ഐ ഹാഡ് ബീൻ ഇൻ ദ ക്ലാസ്. ഇനി നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി, എനിക്കൊരു കാർ ഉണ്ടായിരുന്നെങ്കിൽ. ഇഫ് ഐ ഹാഡ് ബീൻ എ കാർ എന്നാണോ പറഞ്ഞത്? അത് തെറ്റിപ്പോകും കേട്ടോ. കാരണം ഇഫ് ഐ ഹാഡ് ബീൻ എ കാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാനൊരു കാറായിരുന്നെങ്കിൽ എന്നാണ്. അപ്പോൾ എനിക്കൊരു കാർ ഉണ്ടായിരുന്നെങ്കിൽ എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? FP മെത്തേഡ് നിങ്ങളെ ഇതിനെ സഹായിക്കും. ഒരാശയം ഫ്ലുവൻ്റായി പറയാൻ മാത്രമല്ല, തെറ്റുകൂടാതെ പറയാൻ FP മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് കഴിയും. അതുകൊണ്ട് തെറ്റുകൂടാതെ ഫ്ലുവൻ്റായി ഇംഗ്ലീഷ് സംസാരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ചാനൽ ഫോളോ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി എൻ്റെ വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ ജോബി ആൽബി, നിങ്ങളുടെ ഫ്ലുവൻസി ആക്ടിവേറ്റർ.